എന്ന് നമ്മൾ പറയും. ഇതുപോലെ ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് അനന്തരാവകാശം പുരുഷനും സ്ത്രീക്കും വ്യത്യാസമാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ബാപ്പ മരിച്ചു, അയാളുടെ മക്കൾക്ക് ഓരി വെക്കാനുള്ള സ്വത്ത് 150 ഉറുപ്പ്യെന്ന് വിചാരിച്ചു. അത് ഒരു മകനും മകളും ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കും 75 ഓരി വെക്കുന്നു. അങ്ങനെയല്ല, 150 ഓരി വെക്കുക. 100 മകനും 50 മകൾക്കും. അപ്പം അതൊരു വിവേചനമാണ്, അത് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞത് കാര്യകാരണ ബന്ധത്തോടു കൂടിയാണ്. കാരണം സ്ത്രീ പുരുഷ സമത്വം എന്നൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വർത്തമാനം പറയുന്നത്. റൈറ്റ്? അപ്പം ഇത് നിങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ കാര്യം നടക്കൂല. അപ്പം ഇതെല്ലാം കൂട്ടി ഇസ്ലാമോഫോബിയ എന്ന് പറയും. മറുപടി പറയാൻ അത് ഇസ്ലാമിൽ ഇപ്പോൾ അനന്തര സ്വത്ത്, വിവാഹം, വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണ്. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഒരു ഫ്രെയിമിൽ വെച്ച് വേണം ഇത് മുഴുവനും വിശകലനം ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു കുടുംബ സിസ്റ്റം രൂപം കൊള്ളുന്നത്? അത് പരസ്പരമുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കടമയാണ്, കടപ്പാടാണ്, പരസ്പരമുള്ള കർത്തവ്യബോധങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു തലമാണ് ഈ പറയുന്ന അനന്തര സ്വത്ത് വീതം വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ പുരുഷന്മാർക്ക് ഇസ്ലാമിൽ ഖിവാമ എന്ന് പറയുന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സമൂഹത്തിൻ്റെ വലിയൊരു തെറ്റിദ്ധാരണ അവിടെ ഒരു പാട്രിയാർക്കി എന്ന് പുരുഷ മേധാവിത്വം ഉണ്ട് എന്നുള്ളതാണ്. മേധാവിത്വം എന്നുള്ള വാക്ക് നമ്മളവിടെ ഒഴിവാക്കിയാലും ഇസ്ലാമിൽ ഒരു കാഴ്ചപ്പാട്, ഒരു ഫാമിലി ജീവിച്ചു പോകുമ്പോൾ ലളിതമായി പറഞ്ഞാൽ 2 മക്കളും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ, ഒരു സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ യൂണിറ്റ്, അതിൽ മക്കളുടെയും കുടുംബത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഭർത്താവിനാണ്, പുരുഷനാണ് എന്നുള്ളതാണ്. ഭാര്യയുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ട്, ഭർത്താവിൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ലെങ്കിലും മക്കൾക്ക് രോഗമായാൽ നിർബന്ധ ബാധ്യത ഭർത്താവിനാണ്. ഭാര്യയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, ഭാര്യയോട് ഇസ്ലാമിക സിസ്റ്റത്തിൽ ചോദ്യമില്ല, ഭർത്താവിനോടാണ് ചോദ്യം. അതിൻ്റെ ഒരു അറബി വേർഡാണ് വാസ്തവത്തിൽ ഖിവാമ എന്ന് പറയുന്നത്. അത് റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ പ്രിവിലേജ് അല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു തല ഉള്ളത് കൊണ്ട് തന്നെ നേരെ ചൊവ്വേ ഈ അനന്തര സ്വത്തിൻ്റെ വകുപ്പുകൾ നമ്മൾ പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് പുരുഷൻ്റെ പകുതിയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വകുപ്പ് നമുക്ക് കാണാം. അത് ഈ അനന്തര സ്വത്തിൻ്റെ അവിടെ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ കുടുംബജീവിതത്തിൻ്റെ ഫസ്റ്റ് പ്രൈമറി ഘട്ടം മുതലേ വിശകലനം ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു തെറ്റിദ്ധാരണ കൂടി നമുക്ക് നീക്കാം. മൊത്തം നമ്മൾ ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും അനന്തര സ്വത്ത് എടുക്കുന്ന പരസ്പരം 2 അറ്റങ്ങളിൽ വരുന്ന കോണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ 34 കോണ്ടക്സ്റ്റുകളുണ്ട്. ഒരു കോണ്ടക്സ്റ്റ് മാത്രമല്ല. കാരണം സഹോദരൻ, അതേപോലെ ഭാര്യ ഭർത്താവ്, ഉപ്പ ഉമ്മ, മാതാവ് പിതാവ്, പിതാമഹൻ പിതാമഹി, സഹോദരൻ സഹോദരി, ഇത് മുഴുവനും നമ്മൾ പരിശോധനയിൽ 34 കോണ്ടക്സ്റ്റിൽ ചിലപ്പോൾ ഏതെങ്കിലും അക്കങ്ങൾ ചെറിയ മാറ്റം ഉണ്ടായേക്കാം. 34 കോണ്ടക്സ്റ്റിൽ 5 കോണ്ടക്സ്റ്റിലാണ് സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി കിട്ടുന്നത്. 11 കോണ്ടക്സ്റ്റിൽ തുല്യമാണ്. 14 കോണ്ടക്സ്റ്റിൽ പുരുഷന് കുറവും സ്ത്രീക്ക് കൂടുതലുമാണ്. ബാക്കി കോണ്ടക്സ്റ്റുകളിൽ പുരുഷന് കിട്ടുന്നില്ല, സ്ത്രീക്കേ കിട്ടുന്നുള്ളൂ. ഇത് വീഡിയോയിൽ വരുമല്ലോ തീർച്ചയായും. അപ്പോൾ ഞാനിത് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ഇത്തരം മൊത്തം കോണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ ലിദ്ദക്കരി മിത്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നാണ് ഖുർആൻ്റെ ഒരു വചനം. പുരുഷന് 2 സ്ത്രീയുടെ തോത് ഒരു പുരുഷനുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു ബേസിക് ലോ ആണത്, അടിസ്ഥാനപരമായ നിയമം അതാണ്. പക്ഷെ അതിനെ നമ്മൾ അതിൻ്റെ ഉപവകുപ്പുകളിലേക്ക് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ സഹോദരനും സഹോദരിയും മാത്രമാകുമ്പോൾ അങ്ങനെയാണ്, മകനും മകളും മാത്രമാകുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതേസമയം മറ്റു ആളുകളും കൂടി ചേർന്ന് വന്നിട്ട് പരസ്പരമുള്ള മൊത്തം കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ 5 ഇടങ്ങളിൽ പുരുഷൻ ഇരട്ടി, സ്ത്രീക്ക് പകുതി, 11 ഇടങ്ങളിൽ ബറാബർ തുല്യം, 14 ഇടങ്ങളിൽ സ്ത്രീക്ക് കൂടുതൽ കിട്ടുന്നു, പുരുഷന് കുറയുന്നു, ബാക്കി ഇടങ്ങളിൽ സ്ത്രീക്ക് കിട്ടുന്നുള്ളൂ, പുരുഷന് കിട്ടുന്നില്ല. ഈ ചർച്ച മുഴുവനും ചെയ്യണം നമ്മൾ. ഏക സിവിൽ കോഡിൻ്റെ ചർച്ചയിൽ ഇതൊന്നും പ്രസക്തമല്ലെന്നറിയാം. അതേസമയം ഇസ്ലാമിൽ സ്ത്രീക്ക് പുരുഷൻ്റെ പകുതിയെ കിട്ടുന്നുള്ളൂ അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ, ദായക്രമം ചെയ്യുമ്പോൾ എന്ന ഒരു ആരോപണം മണ്ണറിയാതെ നടത്തുക എന്നുള്ളതാണ് വിമർശകരുടെ ഒരു പതിവ്. പക്ഷെ അതിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ കർമ്മശാസ്ത്രത്തിൽ അതിൻ്റെ വകുപ്പുകൾ ഇങ്ങനെ വിശാലമായി പോവുകയാണ്. പക്ഷേ ഈ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയയിലും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ആക്ടർ ഭാര്യയായിട്ട് ഡിവോഴ്സ് ചെയ്യുകയും 3 പെൺകുട്ടികളുള്ള ആൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു
അങ്ങനെയുള്ള അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നത്? ഒന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ടല്ല, ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. ഈ ടെൻഡൻസി കാണിക്കുന്നവർക്ക് മൊത്തത്തിൽ ഇസ്ലാമിക സിസ്റ്റത്തോടൊരു ചടപ്പുണ്ടാവും പല കാരണങ്ങളാൽ. അപ്പോൾ അതിനൊരു ഹേതു അവരുടെ ഫാമിലിയിലേക്ക് ഈ വിഷയമാണ് വന്നത്, അപ്പോൾ അതെടുത്ത് ഉദ്ധരിക്കുന്നു. മറ്റു ചിലർ അവരുടെ ഒരു സിസ്റ്റത്തിലേക്ക് ലൈഫിലേക്ക് വന്നത് വേറൊരു ആസ്പെക്റ്റ് ആയിരിക്കും, അത് ഉദ്ധരിക്കുന്നു. അങ്ങനെ കിട്ടിയൊരു കാരണം എടുത്ത് പറയുന്നു എന്ന് മാത്രമായിരിക്കും. അദ്ദേഹത്തിനും തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന ഇതിൻ്റെ എല്ലാ വകുപ്പുകളും അറിയണമെന്നൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ആ വ്യക്തിയെയും കുടുംബത്തെയും കുറിച്ച് എനിക്കറിയില്ല. ഇപ്പം മുഖം മൂടുന്ന പർദ്ദ അത് അന്യായമായൊരു സാധനമാണ്. മുഖം മൂടുന്ന പർദ്ദ എന്ന് പറയുന്നത് ഹിജാബല്ല. ഹിജാബ് എന്ന് പറയുന്നത് ശിരോവസ്ത്രമാണ്. മറ്റത് നിക്കാബാണ്. അതായത് ഈ ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവളെ ഈ കരിങ്കുപ്പായത്തിൽ കുഴിച്ചു മൂടുകയാണ്. മനസ്സിലായോ? ആ സ്ത്രീക്ക് വ്യക്തിത്വമില്ല, മുഖമില്ലല്ലോ. അപ്പോൾ അവരിപ്പോൾ ഉദാഹരണം പറയാം, അവരൊരു ക്ലാസ്സിൽ പഠിക്കാൻ ചെന്നു, അവരാണോ വന്നതെന്ന് ഒരു ടീച്ചർക്ക് അറിയാൻ പറ്റില്ലല്ലോ. പറ്റും? അവർ പാസ്സായി, അവർക്കൊരു മെഡിക്കൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? അവരുടെ താരം പോവും. അവർക്കൊരു വക്കീലായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അവർക്കൊരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. കാരണം അവർക്ക് സാമൂഹിക ജീവിതമില്ല. അവർക്ക് അവരുടെ കുടുംബത്തിൽ, അപ്പോൾ അവരുടെ സാമൂഹിക ജീവിതം നിഷേധിക്കാനാണ് ഈ മുഖം മൂടുന്ന പർദ്ദ. അതിനാണ് ഈ നിക്കാബ് എന്ന് പറയുന്നത്. അത് അന്യായമാണ്, അത് നിരോധിക്കേണ്ടതാണ്. കാരണം അത് എന്നെ നിങ്ങളെയും ബാധിക്കും. ഇപ്പോൾ നിങ്ങൾ ട്രെയിനിലിരിക്കുന്നു അല്ലെങ്കിൽ ബസ്സിലിരിക്കുന്നു, അപ്പോൾ നിങ്ങളടുത്തിരിക്കുന്ന ആരാ നിങ്ങൾക്ക് അറിയണ്ടേ? അതൊരാൾ വേഷം മാറി ഒന്നാണെങ്കിലും ആൾ മാറാടുന്ന സൗകര്യം ഉണ്ടായില്ലേ? അപ്പോൾ സാർ ഇത് അംഗീകരിച്ചു, അത് കറക്റ്റ് തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു മുഴുവനാക്കിയില്ല. അപ്പൊ ഈ നിക്കാബിനെ വിമർശിക്കുമ്പോൾ നിങ്ങളത് ഇസ്ലാമോഫോബി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു പൗരാവകാശത്തിന്റെ പ്രശ്നമാണ്. സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഇപ്പൊ കേരളത്തിൽ 25 കൊല്ലം മുമ്പ് ഈ സാധനം ഇല്ലല്ലോ. 1400 കൊല്ലം ഇസ്ലാം മതം ഉണ്ടായിട്ട് 25 കൊല്ലം മുമ്പ് അത് വരുന്നത്. അപ്പൊ ഈ കാലം മുഴുവൻ എങ്ങനെ ജീവിച്ചവര്? ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നതുണ്ട്. എല്ലാ ഇസ്ലാമോഫോബിയ എന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം, അതായത് ഇവരൊക്കെ കാടന്മാരാണ്, ഇവരൊക്കെ വൃത്തിയില്ലാത്തവരാണ് എന്നൊക്കെ കാര്യകാരണ ബന്ധമില്ലാതെ അവർ വെറും മുസ്ലിങ്ങളാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അവർ അറബികളാണ് എന്നുള്ള കാരണം കൊണ്ട്, അവർ മരുഭൂജീവികളാണെന്നുള്ള കാരണം കൊണ്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ അറബികൾക്ക് ബുദ്ധിയില്ലാന്നൊരു കഥ ഇവിടെ ഇല്ലേ? നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഗൾഫിൽ ഞാൻ അനവധി ഗൾഫിൽ പോയിട്ടുണ്ട്. ഗൾഫിൽ ഞാൻ അറിയുന്ന മിക്ക നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും ആയിട്ടുള്ള ആളുകൾ അവരുടെ വിസ കൊടുത്ത അറബിയെ പറ്റി പറയുന്നതെന്നാ അറിയോ? അവൻ എന്നാ പറയാം. ഞാൻ ഒരാളും അയാളെന്നോ അദ്ദേഹമെന്നോ മുതലാളി എന്നൊന്നും പറഞ്ഞില്ല, അവൻ എന്ന് പറയും. അർബാബ് എന്നല്ലേ പറയാ? അർബാബ് അല്ല, അർബാബ് എന്ന് അറബിയിൽ, അർബാബ് എന്ന് പറഞ്ഞാൽ മുതലാളി. അത് പറയുമ്പോ അത് അവന് അറിഞ്ഞൂടാ, അല്ലെ അവൻ ചോദിക്കും. ഞാൻ അത്ഭുതപ്പെടും. കാരണം ഇവന് വിസ കൊടുത്ത് ഇവന് ശമ്പളം കൊടുക്കുന്ന ആളാണ്. പക്ഷെ മലയാളിയുടെ ഒരു സ്വഭാവമല്ലേ? അല്ല, അതല്ല. ഇങ്ങനെ ഒരു മുൻവിധി ഉണ്ട് ഇതിൽ. അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് പിന്നെ ശാസ്ത്രം മനസ്സിലാവില്ല. അവർ വെറും ഈ നിസ്കരിക്കും നോമ്പുകൾക്കും ചെയ്യുന്നത് മാത്രമേ തിരിയുള്ളൂ. ഭക്ഷണം മാത്രമേ അവർക്ക് തിരിയുള്ളൂ. ഇപ്പം മുസ്ലിം ലീഗുകാർ അവർക്ക് എന്താ അറിയാം? ബിരിയാണി കഴിക്കാൻ അറിയാമെന്നാ എന്ന തരത്തിൽ. ഇതൊക്കെ ഈ അറപ്പുന്നുണ്ടാകുന്നതാണ്. ഇതല്ല ഞാൻ പറയുന്നത്, അല്ലെ വേറൊരാൾ പറയുന്നത്. ഇപ്പോ അതായത് മുസ്ലിം സ്ത്രീ വിദ്യ അഭ്യസിക്കണം, അവൾക്ക് സാമൂഹിക ജീവിതം വേണം, അവൾക്ക് രാഷ്ട്രീയ ജീവിതം വേണം, അവൾക്ക് അനന്തരാവകാശത്തിൽ തുല്യത കിട്ടണം എന്ന് പറഞ്ഞ എങ്ങനെ ഇസ്ലാമോഫോബിയ ആവുക? നമ്മൾ ആ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബഷീർ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി എഴുതി. ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 1959 വന്ന എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടാകുന്നുള്ള പുസ്തകത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുണ്ട്. 1953 വന്ന KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്നുള്ള നാടകത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുണ്ട്, വാദിക്കുന്നുണ്ടല്ലേ. ഇപ്പം NP മുഹമ്മദിൻ്റെ കഥകൾ, VP മുഹമ്മദിൻ്റെ കഥകൾ, UA ഖാദറിൻ്റെ കഥകൾ, ഉറൂബിൻ്റെ കഥകൾ, SK പൊറ്റക്കാടിൻ്റെ കഥകൾ, MT വാസുദേവൻ്റെ കഥകൾ, ഇതിലൊക്കെ ഈ സാമൂഹിക ജീവിതം നിഷേധിക്കപ്പെട്ട മുസ്ലിം സ്ത്രീകളുണ്ട്, വേറെയുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇസ്ലാമോഫോബിയ ആവുക? എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഏതെങ്കിലും ഒരു കഥ, അതിൽ വില്ലൻ്റെ പേര് ഒരു മുസ്ലിം പേര്, അവരുടെ ഇസ്ലാമോഫോബിയ എന്ന് പറയും. ഞാനൊരു ഉദാഹരണം പറയാം. NS മാധവൻ്റെ ഹിഗിറ്റ എന്നുള്ള കഥയിൽ ഒരു വില്ലനായിട്ട് വരുന്ന ആളുടെ പേര് ജബ്ബാർ എന്നാണ്. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വിരോധം കൊണ്ട് വന്നതാണ് എന്നാണ് ഒരു നിരൂപണം. ശരി,
ഈ മാധവനാണ് ബോംബെ എന്നുള്ള കഥ എഴുതിയത്, തിരുത്ത് എന്നുള്ള കഥ എഴുതിയത്. അതൊക്കെ മുസ്ലിങ്ങളോട് കാണിക്കുന്ന അന്യായത്തിനെതിരായിട്ടുള്ള കഥകളാണ്. അപ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ പേര്, ഇതിൻ്റെ മനസ്സിലാക്കുന്നതിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. തകഴിയുടെ പ്രസിദ്ധമായ നോവലാണ് രണ്ടിടങ്ങഴി. 1947 വന്ന അതിൽ കോരൻ്റെ ഭാര്യ ചിരിതയെ ബലാത്സംഗം ചെയ്യാൻ മൂന്നാമത് ശ്രമിക്കുന്ന ആളുടെ പേര് ചാക്കോ എന്നാണ്. പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ മകനാണ്. അപ്പോൾ ഇത് മൂന്നാമതായപ്പോൾ അവള് കോരനോട് പറഞ്ഞു, കോരൻ ചാക്കോവിനെ കുത്തി കൊന്ന് ജയിലിൽ പോയി. ഇതാണ് അതിലെ കഥ. പിന്നെ അയാൾ മടങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കഥ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എന്താ, ചാക്കോ ജന്മിത്വത്തിൻ്റെ പ്രതിനിധിയാണ്, ജന്മിത്വത്തിൻ്റെ പ്രതീകമാണ്, അല്ലാതെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രതീകമെന്നല്ല. അതെ, പുഷ്പവേൽ ഔസേപ്പ് ജന്മിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ചാക്കോ. മണ്ണും പെണ്ണും ഒരുപോലെ അവർക്ക് അവകാശപ്പെട്ടതാണെന്ന്. ആ ജന്മിത്വത്തെയാണ് തകഴി ചോദ്യം ചെയ്തത്, അല്ലാതെ ക്രിസ്ത്യാനികളെ അല്ല. ഇതുപോലെ ജബ്ബാർ എന്നാണ് അയാൾക്ക് പേര്. ജബ്ബാറിന് ഒരു പേരിടാൻ പാടില്ലേ? എന്തെങ്കിലും പേരിടണ്ടേ? അതെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചോദിക്കണം, ഇപ്പം ആ കഥ ജബ്ബാർ എന്നുള്ള മാതിരി ജെ എന്ന് പേരിട്ടു, പ്രശ്നമില്ലല്ലോ, ഉണ്ടോ? അത്ര സില്ലിയാണത് ആ വാദങ്ങൾ. ഇപ്പോൾ ഈ നാട്ടിൽ മുസ്ലിം പേരുള്ള ക്രിമിനൽ ആരുമില്ലേ? ഇപ്പോൾ ബഷീർ, ഞാൻ പറയാം, ബഷീറിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം വായിക്കുന്ന കഥകളിലൊക്കെ വില്ലന്മാർ മുസ്ലിങ്ങളായിരുന്നു എന്ന് അദ്ദേഹം പരാതിയായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ബഷീർ കഥ എഴുതിയപ്പോൾ അതിൽ വില്ലന്മാരായിട്ട് ധാരാളം മുസ്ലിങ്ങളുണ്ട്. ഇപ്പം ബഷീറിൻ്റെ ഒരു പ്രധാന കഥാപാത്രമാണ് ഒറ്റക്കണ്ണം പോക്കര്. അയാൾ മുച്ചിട്ട് കളിക്കാരനാ, അയാൾ മുസ്ലിം അല്ലേ? മണ്ടൻ മുത്തബ, അയാൾ പോക്കറ്റ് അടിക്കാരനാ, അയാൾ മുസ്ലിം അല്ലേ? ഇവളെ പ്രേമിക്കുന്ന സൈനബയുണ്ട്, അവൾ കള്ളത്തിയായിട്ടൊരു കഥാപാത്രം മലയാള സാഹിത്യത്തിൽ എൻ്റെ പരിമിതമായ അറിവിൽ സൈനബ മാത്രമേ ഉള്ളൂ. പക്ഷേ ആനവാൻ രാമനായരും കള്ളനാ, പൊൻകുരിശ് സോമയും കള്ളനാ, തൊരപ്പൻ അബ്രാനും കള്ളനാണ്, ഡ്രൈവർ പപ്പുണ്ണി കള്ളനാണ്. കള്ളന്മാരും കൊള്ളരാത്തവന്മാരും ഒക്കെ എല്ലാ സമുദായത്തിലുണ്ടെന്നാണ് ബഷീർ പറഞ്ഞത്. അതിൽ മുസ്ലിങ്ങളെ ബഷീർ ഒഴിവാക്കിയില്ല. ബഷീറിനോട് ആരും ചോദിക്കും, നിങ്ങൾ ഒരു മുസ്ലിം സ്ത്രീയെ കള്ളത്തിയായിട്ട് എന്താ എഴുതിയത്? അത് അതിന് മനസ്സിലാക്കേണ്ടതാ. അപ്പോൾ ഇത് ഈ ഇസ്ലാമോഫോബിയ അങ്ങോട്ട് പറയുമ്പോഴേക്ക് ഇതെന്തോ വലിയ സംഭവമാണ്.